ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ രാവിലെ എണീക്കുന്നത് തന്നെ വീഡിയോ എടുക്കാൻ യാതൊരുവിധ താല്പര്യമില്ലാണ്ടാണ് കേട്ടോ. എണീറ്റ് കഴിയുമ്പോഴാണ് ഇന്ന് വീഡിയോ എടുത്തേക്കാം എന്നുള്ളൊരു മൈൻഡ് വന്നത്. അപ്പം തന്നെ ഞാൻ വീഡിയോ എടുക്കാനും തുടങ്ങും. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ എണീറ്റിട്ട് കുറച്ച് നേരമായി ചുമ്മാ കാൽച്ചായൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ആ ഒരു ആഗ്രഹം മനസ്സിലേക്ക് വരണത്. ഇപ്പോൾ അതേ രാവിലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് മമ്മി ഇവിടെ നല്ല അടിപൊളി ചപ്പാത്തിയും, ഇന്ന് ചപ്പാത്തിക്ക് കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും കടലക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ആ ടൈമും കൊണ്ട് നമുക്ക് വീടൊക്കെ ഒന്ന് തുടച്ചിട്ടേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളുടെ വീട്ടിൽ അങ്ങനെ സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ലിക്വിഡ് ഉപയോഗിച്ചോ ഒന്നും തുടക്കലില്ല. കാരണം നമ്മൾ വീട്ടിൽ ഗ്രാനൈറ്റാണ് ഇട്ടേക്കണത്. അപ്പോൾ അത് ഇട്ടപ്പോഴേ ആൾ പറഞ്ഞിട്ടുണ്ടായി സോപ്പ് ലിക്വിഡ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അത് പിന്നെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫുള്ള് ജസ്റ്റ് വെള്ളത്തിൽ മുക്കി തുടയ്ക്കുക, ആ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ റയറായിട്ട് എന്താ പറയുക, വല്ലപ്പോഴും ഒന്ന് സോപ്പ് മുക്കി തുടയ്ക്കും കേട്ടോ. അപ്പോൾ ഞാൻ തുടയ്ക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ 3 വട്ടം ഒരു ഏരിയ എന്നെ തുടച്ചെടുക്കും. കാരണം എനിക്ക് അങ്ങനെ തുടച്ചാലാണ് തൃപ്തിയാവുള്ളൂ. ആദ്യം ചുമ്മാ നോർമലായിട്ട്, പിന്നെ ഈ വെള്ളം ഒന്ന് ജസ്റ്റ് തളിച്ചിട്ട്, ജസ്റ്റ് പേരിനൊന്ന് തളിക്കുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് തളിക്കുക. പിന്നെ എന്താ പറയുക, എന്നിട്ട് പിന്നെ ഒന്നുകൂടെ തുടച്ചെടുക്കും. പിന്നെ ഞാനിപ്പോൾ കുറേ ആയിട്ട് നമ്മുടെ ഗ്രാൻഡ് മമ്മീൻ്റെ റൂമിലാണ് കിടപ്പ് കാര്യങ്ങളൊക്കെ, ഒരു 3 മാസമായിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ രാവിലെ ഗ്രാൻഡ് മമ്മി എണീറ്റ് പോകുമ്പം പുള്ളിക്കാരത്തിൽ തലങ്ങണയൊക്കെ എടുത്ത് കസയിൽ വെച്ച് സെറ്റാക്കിയിട്ട് പോവും. പിന്നെ ഞാൻ എണീറ്റ ശേഷമാണ് എൻ്റെ തലങ്ങണയൊക്കെ സെറ്റാക്കണം കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ 3 തലങ്ങണയുണ്ട്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുക, ഈ രാവിലെ തന്നെ പിന്നെ രാവിലെ പകൽ മൊത്തം ഞാൻ എൻ്റെ റൂമിലായിരിക്കും. അപ്പോൾ മേളിലേക്ക് പോകുമ്പോൾ ഞാൻ ഇത് കെട്ടിപ്പറക്കിക്കൊണ്ട് പോകണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ 2 തലങ്ങണയാണ് താഴേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കട്ടിലും ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി കേട്ടോ. എനിക്കിങ്ങനെ ഈ ചുമ്മാ അലമ്പായിട്ട് കിടക്കണതൊന്നും കാണാൻ ഇഷ്ടമല്ല. ഇപ്പോൾ നമ്മൾ മറ്റൊരു വീട്ടിൽ പോയാലും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വന്ന് കയറുമ്പോൾ തന്നെ ആ വീടിൻ്റെ എന്താ പറയുക, കയറുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും ആ വീടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ടേബിളിൻ്റെ പുറത്തായാലും ഒരു ചെറിയ പേപ്പർ കിടക്കണം കണ്ടാൽ പോലും എടുത്ത് തലമയുടെ അകത്തേക്ക് നോക്കിക്കോട്ടെ. എനിക്ക് അങ്ങനെയൊന്നും കിടക്കുന്ന ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗ്രാൻഡ് മമ്മിയുടെ റൂമാണ് കേട്ടോ തുടച്ച് സെറ്റാക്കണേ. പൊടിയൊന്നും ഉണ്ടാവില്ല, കാരണം നമ്മൾ ഒന്നിടവിട്ട് തുടയ്ക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മമ്മിയുടെയും ഡാഡിയുടെ റൂമിലേക്ക് പോയി. ഇവിടെ നമുക്ക് താഴെ തന്നെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രി കാലങ്ങളിൽ നമ്മൾ പുറത്ത് പോകുന്നതും കയറുന്നതും ഒക്കെ ഇതിൽ കൂടെയാണ്. മുമ്പിലത്തെ ഡോറ് തുറക്കലില്ല. അങ്ങനെ അതൊക്കെ കൈയോടെ തുടച്ചിട്ടു. പിന്നെ ഞാനിപ്പോൾ തുറക്കാനായിട്ട് ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ തുടപ്പ് നടക്കില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് വീഡിയോ ഓഫാക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതേ അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലുണ്ടായ നല്ല ചീര ഇവിടെ അതേ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഗ്രാൻഡ് മമ്മി ഒലത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒരു ചപ്പാത്തിയും പിന്നെ കടലക്കറി എൻ്റെ ഭയങ്കര ഫേവറേറ്റാണ് കേട്ടോ. ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് ചോറിനും പിന്നെ വൈകിട്ടും ഒക്കെ ഞാൻ കഴിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മളിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴായാലും ഞാൻ ചുമ്മാ വാരി തിന്നുകൊണ്ട് നടക്കും കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്രിഡ്ജിൽ ചോറ് ഇരിക്കണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചോറിട്ടപ്പം, നമ്മൾ ചോറിടുമ്പോൾ 2 ദിവസത്തേക്കുള്ള ചോറിടും. കാരണം ഇവിടെ അങ്ങനെ ആരും ചോറ് കഴിക്കലില്ല. അപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന ചോറ് എന്ത് ചെയ്തു, ഇതേ തിളപ്പിച്ച് വാർക്കാൻ വേണ്ടി വെച്ചേക്കാണ്. നമ്മുടെ ഗ്രാൻഡ് മമ്മി അപ്പുറ സൈഡിൽ കറികളൊക്കെ ഉണ്ടാക്കേണ്ടത്, നല്ല ചീരല ഒലത്തിയതുണ്ട്. പിന്നെ ഈ മാങ്ങാപ്പഴം നമ്മുടെ ഗ്രാൻഡ് മമ്മി കഴിഞ്ഞ ദിവസം അനിയത്തിയുടെ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. നല്ല മധുരമാണ് കേട്ടോ അതിന്. ഞാൻ എന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുൻവശം ഒന്ന് തുടയ്ക്കാൻ വേണ്ടി പോയി. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ വേണ്ടി ഓടി ഫ്രിഡ്ജിലേക്ക് വരുമ്പോൾ ഫ്രിഡ്ജിൽ പിടിക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ കൈയുടെ പാട അല്ലെങ്കിൽ ഫുഡിൻ്റെ എന്തെങ്കിലും ഇതൊക്കെ വരലുണ്ട്. അപ്പോൾ നമ്മൾ എന്ന് രാവിലെ ഫ്രിഡ്ജ് തുടയ്ക്കും കേട്ടോ. പിന്നെ അതേ നല്ല അടിപൊളി ചക്കക്കുരും മാങ്ങയും കറിയാണ് കേട്ടോ എന്നുള്ളത്. അതും അതിൻ്റെ സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ അടുക്കള ക്ലീൻ ചെയ്യാൻ തുടങ്ങി. നമ്മൾ അരി കാര്യങ്ങളൊക്കെ ഇടുന്നത് ഈ അടുപ്പിലാണ് കേട്ടോ, വിറക് കത്തിക്കുന്ന അടുപ്പിലാണ്. എനിക്ക് പിന്നെ എപ്പോഴും പറയാനുള്ളൂ, എപ്പോഴും നമ്മുടെ വീട് നല്ല നീറ്റായിട്ട് കിടക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് കേട്ടോ. എനിക്കിങ്ങനെ മുടിഞ്ഞെടുക്കുന്ന കാണുമ്പോൾ ആകെ പ്രാന്താവും. അത് മാത്രമല്ല, ഞാൻ ഇപ്പം പാത്രത്തിലോ അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന പാത്രത്തിലോ ഒക്കെ ജസ്റ്റ് എവിടെയെങ്കിലും ഒരു ഫുഡിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് പിന്നെ ആ ഫുഡ് കഴിക്കാനേ തോന്നൂല കേട്ടോ. ഞാൻ വീട്ടിലാണെങ്കിൽ നമ്മൾ നോക്കി കണ്ടേ ചെയ്യുള്ളൂ. ഇപ്പോൾ വേറെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ വൃത്തി മെനയൊന്നും ഫീൽ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ കഴിക്കുകയില്ല. എനിക്ക് മനസ്സനുവദിക്കില്ല. വേണ്ടിയിട്ട് കഴിക്കണമല്ല എന്നുള്ള രീതിയിൽ ഞാൻ കഴിക്കും കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് ഫുൾ ടൈം നമ്മുടെ വർക്ക് ഏരിയ തന്നെയായിരിക്കും ഫുഡ് കഴിക്കുന്നതും എല്ലാം. നമ്മൾ ഹാളങ്ങനെ യൂസ് ചെയ്യലില്ല. പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ ഈ നമ്മുടെ കത്തിക്കണ ഊതുണ്ടല്ലോ, അതുണ്ടായിരുന്നു. പക്ഷെ അത് തീർന്നു പോയി. അപ്പം ഞാൻ ഇന്നലെ നമ്മുടെ ഡാഡിയോട് പറഞ്ഞ് ചന്ദനത്തിരി മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ല് നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ കത്തിക്കണ സാധനം എൻ്റെ കയ്യിൽ മറ്റേ കറണ്ടിൽ കുത്തിയിട്ട് കത്തിക്കണയായിരുന്നു ഉണ്ടായിരുന്നത്, ഊത് കത്തിക്കണത്. പക്ഷെ അത് ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് കത്തിപ്പോയി കുത്തി വച്ചപ്പോൾ. അപ്പോൾ ഞാൻ ഈ വട്ടം ദുബായിക്ക് പോയിട്ട് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ കത്തിക്കുന്ന സാധനം. ഇത് കറണ്ട് അല്ലാട്ടോ, നമ്മൾ ജസ്റ്റ് കത്തിച്ചിരുന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി. പിന്നെ അതിന് ശേഷം ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ. വീഡിയോ എടുക്കാനുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരത്താണ് വീഡിയോ എടുക്കാമെന്നുള്ളൊരു തോന്നൽ വന്നത്. അങ്ങനെ അതേ നല്ല ചോറും നല്ല ചീരയിലൊലത്തിയതും നല്ല ചക്കക്കുരും മാങ്ങയും പിന്നെന്താ രാവിലത്തെ കടലക്കറിയൊക്കെ കൂട്ടി നല്ലൊരു ഫുഡ് കഴിച്ചു. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി കിടന്ന് ഉറങ്ങി എഴുന്നേറ്റു കേട്ടോ. കാരണം എനിക്ക് വൈകിട്ട് ഒന്ന് പുറത്തു പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റെഡി ആയിട്ടാണ് പിന്നെ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇതെൻ്റെ മമ്മീൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ധരിക്കാത്ത ഒരാളാണ്. ഇന്ന് എനിക്കെന്തോ കണ്ടപ്പോൾ ഒരു ആഗ്രഹം ഇതൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇട്ട എന്താ വിഷയം എന്ന് ചോദിച്ചാൽ, ഞാനാണെങ്കിൽ എനിക്ക് ഇതിട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ശരീരത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടണ പോലെയും തല ഇറങ്ങണ പോലെയും ഒക്കെ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും കേട്ടോ ചുരിദാർ ഇടുമ്പോൾ. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇടലില്ല. പിന്നെ ഈ ചെരുപ്പ് ഈ വട്ടം ഞാൻ കൊണ്ടുവന്നേക്കണതാണ്. എത്രയാ 10-15 ദിർഹംസ് അങ്ങനെ എന്തോ ഉള്ളൂ. നിസ്സാര റേറ്റിൽ മേടിച്ചാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് കഴിഞ്ഞിട്ട്, കാരണം ഹീൽസ് ഒന്നുമില്ല, ഫ്ലാറ്റാണ്, ഒട്ടും ഹീലില്ലാണ്ട് നല്ല ഫ്ലാറ്റായിട്ട് ഇടുമ്പോഴും നല്ല സുഖമായിട്ടുള്ളൊരു ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇപ്പോൾ പുറത്ത് പോകാനുള്ള എടുപ്പിലാണ്. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെയാണ് ഞാൻ പോകുന്നത്. പിന്നെ ഞാൻ ഇന്ന് കാർ എടുത്തിട്ടില്ല, ഐ കൊണ്ടാണ് കേട്ടോ പോണത്. പിന്നെ ഇപ്പോൾ സമയം തന്നെ 4 മണിയായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ചീട്ടെടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ പഴയ ചീട്ട് കാണാനില്ല. പിന്നെ ഞാൻ പുതിയ ചീട്ട് എടുത്തു. അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഡോക്ടറെയൊക്കെ കണ്ട് ഇറങ്ങി. പിന്നെ മെഡിസിൻ ആണെങ്കിൽ പുറത്തേക്കാണ് കേട്ടോ എഴുതിയേക്കുന്നത്, കാരണം ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പുറത്തേക്ക് എഴുതിയിട്ടുണ്ട്. അപ്പം പുറത്തുനിന്ന് ഞാൻ മേടിച്ചിട്ടില്ല, ഇനിയിപ്പോൾ അടുത്ത ദിവസം പോയി മേടിക്കണത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് മീൻ മേടിച്ചു കേട്ടോ. ചാളയാണ് ഞാൻ മേടിച്ചേക്കണത്. ഇനിയിപ്പോൾ അത് നേരെ വീട്ടിൽ ചെന്ന് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് നാളെ എടുക്കുകയുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും എടുക്കില്ല, കാരണം ഇപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും മഴവിൻ്റെ ടൈമായി. പിന്നെ വൈകിട്ട് ആർക്കും അങ്ങനെ ഫുഡ് വേണ്ടാന്ന് ഉള്ളൊരു മൈൻഡാണ്. അപ്പോൾ വൈകിട്ടത്തേക്ക് എടുത്തിട്ട് കാര്യമില്ല, ഉച്ചയ്ക്കാണ് പിന്നെ ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. അങ്ങനെ ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ നല്ല ദാഹമായിരുന്നു എനിക്ക്. ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ ഒരു ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ കൊതിയായിട്ട് ഞാൻ ബേക്കറി കയറി കഴിഞ്ഞപ്പം എൻ്റെ മൈൻഡ് ഔട്ടായിട്ട് ഞാൻ അതേപോലെ ഇറങ്ങി പോകുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നാൽ വെള്ളം കുടിച്ചേ. പിന്നെ ഞാൻ എത്തിയപ്പോഴത്തേക്കും മഗ്‌രിബിൻ്റെ ടൈം ആയതുകൊണ്ട് ഞാനൊരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പോയി ഫ്രഷായി കുളിച്ച് യാസീനൊക്കെ ഓതി നമസ്കരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് ഫുഡും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഞെക്കി ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ.